കേരളാவில் ഒരു டிஸ்ட்ரிக்ட் அது மாதிரி இருக்கு. அங்க இந்துக்களே உள்ள போக முடியாது. നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് ബെഞ്ചമിൻ നെതന്യാഹു ഒരു കോഫി ഷോപ്പിൽ കോഫി കുടിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നു. അതിനുശേഷം അത് AI വീഡിയോയാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ട് ആ സ്ഥാനത്ത് മരിച്ചുപോയവരും അല്ലാത്തവരുമായിട്ടുള്ള രാഷ്ട്ര നേതാക്കൾ പലരും അതേ ചായ ഗ്ലാസ് അതേ കോഫി കുടിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന സംസാരിക്കുന്ന വീഡിയോകൾ പുറത്തു വന്നു. ഒരല്പം കൂടി ബിരുദന്മാർ ആ സംസാരിക്കുന്ന അവർ തന്നെ, അതായത് യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന അവർ തന്നെ ആ കോഫി കുടിക്കുന്നതായിട്ടുള്ള വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ AI കാലമാണ്. ഈ AI കാലത്ത് ഏതാണ് സത്യം ഏതാണ് അസത്യം എന്ന് വിശ്വസിക്കാതെ നമ്മൾ തമ്മിൽ കലഹിച്ച് ഒരുപക്ഷെ വലിയ വർഗീയ സംഘർഷങ്ങൾ തന്നെ ഉണ്ടാകുന്ന ഒരു കാലമാണ്. ഇസ്രായേൽ ഇറാൻ യുദ്ധം നടക്കുന്ന സമയത്ത് പുറത്തു വരുന്ന ദൃശ്യങ്ങൾ, ചാനലുകൾ കൊടുക്കുന്ന ദൃശ്യങ്ങൾ പോലും പലതും ഭീകര ദൃശ്യങ്ങൾ പലതും സംഭവിച്ചതല്ല, AI ആണ്. ഈ അടുത്ത കാലത്ത് ബുർജ് ഖലീഫയിൽ പോലും വലിയ സ്ഫോടനം നടക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ ചില ബിരുദന്മാർ പുറത്തുവിട്ടത് കണ്ടു. സത്യത്തിൽ അതിൻ്റെ ഏഴയിലത്തേക്ക് ഒന്നും ചെന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനീ പറഞ്ഞു വരുന്നത്, ഇത് നോമ്പുകാലമാണ്, തീരാനായി, ഇനി 2-3 ദിവസം കൂടിയേ ഉള്ളൂ. ഈ സമയത്ത് ഒരു വാർത്ത വരുന്നുണ്ട്. മലപ്പുറത്ത് ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു ചങ്ങാതി ഹോട്ടൽ നടത്തിയിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ ഹോട്ടൽ തുറന്നു വെച്ചിരുന്ന സമയത്ത് മലപ്പുറത്തെ മുസ്ലിങ്ങൾ അവിടെ ഭക്ഷണം വിളമ്പിയതിനെ വന്ന് അടിച്ച് തകർത്ത് തെറുത്ത് അദ്ദേഹത്തെ അടിച്ച് ഊറക്കിട്ട് എന്നും ഒരു പോസ്റ്റ് വാട്സാപ്പിലാണ് പ്രചരിച്ചത്. ആളെ പോലീസ് പിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. മലപ്പുറത്തെക്കുറിച്ച് അറിയാത്ത വ്യക്തികൾ ഇത് ഒരുപക്ഷെ സത്യമാണെന്ന് കരുതും. സത്യത്തിൽ മലപ്പുറം എന്ന് പറഞ്ഞാൽ നോമ്പിന് മാത്രം പൊട്ടിമുളയ്ക്കുന്ന ഒരുപാട് ഹോട്ടലുകളുള്ള നാടാണ്. അതിൽ കൂടുതലും ഹിന്ദുക്കളാണ് ഹോട്ടലുകൾ, താൽക്കാലിക ഹോട്ടലുകൾ, ഭക്ഷണശാലകൾ ഉണ്ടാക്കുന്നത്. കാരണം നോമ്പ് ഇല്ലാത്ത ആൾക്കാർക്ക് നല്ല ഭക്ഷണം കഴിക്കാനും വഴിയാത്രക്കാർക്ക് ഭക്ഷണം കഴിക്കാനും എല്ലാം, അതായത് ഭക്ഷണത്തിന് യാതൊരു കുറവുണ്ടാവില്ല, ഭക്ഷണം അവിടെ കിട്ടും. പിന്നെ ഹോട്ടലുകളിൽ, ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് തിരൂരിനടുത്താണ്, അതുപോലെ മലപ്പുറത്തിനും അടുത്താണ്, കോട്ടയ്ക്കലിനും അടുത്താണ്, കുന്നുംപുറം എന്ന സ്ഥലത്താണ്. ഇവിടെ എല്ലാം ഹോട്ടലുകളുണ്ട്. ഇപ്പോൾ തിരൂരിൽ ചെന്ന് കഴിഞ്ഞാൽ പൂർണ്ണമായും തുറന്നിരിക്കുന്ന കുറച്ച് ഹോട്ടലുകളുണ്ടാവും. അതെല്ലാം പുറമെ ഭാഗികമായി ഷട്ടർ താഴ്ത്തി വെച്ചിരിക്കുന്ന ഹോട്ടലുകളുണ്ടാവും. അത് ഏതെങ്കിലും ഒരു മുസ്ലിം നടത്തുന്നതായിരിക്കും. കാരണം അതിൻ്റെ പരിസരത്തും എല്ലാ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ തിങ്ങിക്കൂടുന്ന സ്ഥലങ്ങളോ ഒക്കെ ഉണ്ടാകും. എല്ലാവരും മുസ്ലിങ്ങളല്ല, എല്ലാവരും നോമ്പുള്ളവരുമല്ല. അപ്പോൾ വരുന്നവർക്ക് ഭക്ഷണം അവർക്ക് കഴിക്കണം എന്നതുകൊണ്ട് അത് തുറന്നു വെക്കും. അവിടെ നല്ല ഭക്ഷണവും കിട്ടും, അത് കഴിക്കാനും ആളുണ്ടാവും. പക്ഷെ മലപ്പുറം ജില്ലയിലെ ബഹുഭൂരിപക്ഷം ഹോട്ടലുകളും തുറക്കാറില്ല. അതിൻ്റെ കാരണം ഒരു മുസ്ലിം ഭൂരിപക്ഷ ജില്ല ആയതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാവരും, ഏതാണ്ട് ഒരു 90% ആൾക്കാർ നോമ്പിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഭക്ഷണം ആരും കഴിക്കാൻ നിൽക്കില്ല. ഹോട്ടലുകൾ ഭക്ഷണം ഉണ്ടാക്കി കാത്തു വെച്ച് കഴിഞ്ഞാൽ നഷ്ടമായിരിക്കും. ആ ഭക്ഷണം വേസ്റ്റാവും, പണിക്കാർക്ക് കൂലി, അങ്ങനെയെല്ലാം ആകെ ഒരു ജഗപുകയായിരിക്കും. അതുകൊണ്ട് പൊതുവെ മലപ്പുറം ജില്ലയിലെ ഹോട്ടലുകൾക്ക് അവധി കൊടുക്കലാണ് പതിവ്. അവധി, ആ ഒരു മാസം നോമ്പിന് അവധി. നോമ്പ് പെരുന്നാളിന് 2-3 ദിവസം പോയി, ഇന്നത്തെ ദിവസമൊക്കെ പോയാൽ അറിയാം, ഹോട്ടലുകളൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴൊക്കെ. അതായത് ഒരു 10-27 ദിവസം സാധാരണ ഭക്ഷണം കിട്ടാറില്ല. പക്ഷേ എന്നാൽ ഭക്ഷണം ആവശ്യമുള്ളവർക്ക് കിട്ടും താനും. അത് തിരൂരൊക്കെ പോകുന്നവർക്ക് അറിയാൻ പറ്റും. ഞാൻ പോകുന്നതാണ്, നമുക്കറിയാം എവിടെയൊക്കെ ഹോട്ടലുകളുണ്ടോ എന്നുള്ളത്. ചിലരൊക്കെ നമ്മളോട് ചോദിക്കും, കുട്ടിയെ എവിടെയാണ് ഭക്ഷണം കിട്ടുകയെന്ന് ചോദിച്ചാൽ നമ്മൾ കാണിച്ചു കൊടുക്കും, തിരഞ്ഞെടുത്ത് ഭക്ഷണം ഉണ്ട്, പോയി കഴിക്കാം. പിന്നെ എല്ലാവരും നോമ്പുള്ളവരൊന്നും അല്ലല്ലോ, ഭക്ഷണം കഴിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സൗകര്യം ഇവിടെ ഉണ്ട്. ഈ ഒരു സൗകര്യം ഇവിടെ ഉണ്ടായിരിക്കുക, അതായത് ഭക്ഷണത്തിന് യാതൊരു മുട്ടോ കാര്യങ്ങളോ ഇല്ല, ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആരും തടയാറില്ല, മറ്റുള്ളവർ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉള്ളവർക്ക് യാതൊരു കുഴപ്പവുമില്ല എന്നിരിക്കെ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ, ഇത്തരത്തിലുള്ള അഭിനവ ശ്രീജിത്തുമാർ പടച്ചുണ്ടാക്കി വിട്ടാൽ ഈ വാർത്തകൾ തർജ്ജമ ചെയ്ത് ഉത്തരേന്ത്യയിലേക്ക് എത്തുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. AI കാലമാണ്. അവിടെ അടികൊണ്ട് പല്ലുപോയ, തല പൊട്ടിയ, അല്ലെങ്കിൽ പ്ലാസ്റ്റർ ചെയ്ത, അല്ലെങ്കിൽ കിടക്കുന്ന, അല്ലെങ്കിൽ ശയ്യ അവലംബിയായി പോയിട്ടുള്ള ശ്രീജിത്തിനെയൊക്കെ അവർ ഒരുപക്ഷെ സൃഷ്ടിച്ചു കളയും. മലപ്പുറം എന്ന് പറയുന്നത് നമുക്ക് അറിയാമല്ലോ, കുറേ മുമ്പ് ഞാൻ ഓർക്കുന്നുണ്ട്, തമിഴ്നാട്ടിലെ ഏതോ ഒരു സ്വാമി കേരളാവിലെ கேரளாவில் ஒரு டிஸ்ட்ரிக்ட் அது மாதிரி இருக்கு. அங்க இந்துக்களே உள்ள போக முடியாது. என்ன டிஸ்ட்ரிக்ட்? மலப்புறம் டிஸ்ட்ரிக்ட். இல்லங்க இருக்குங்க. அவர் மலப்புறம் தானா? ஒரு தெருவுல சாமி நிமிஷம், நீ மலப்புறம் தானே இருக்குன்னு அங்க இருக்கிறவங்க தான் சொல்றாங்க. அங்க இருக்கிறவங்க தான் சொல்றாங்க. அங்க வந்து போக முடியாதா? அவர் கிறிஸ்தவ கைகொடி. அவர் பேர் மனோஜ், தப்பா எடுத்துக்காதீங்க, அதனால சொல்லக்கூடாது. அது மேல டிஸ்க்ளைமரா சொல்லிடுறேன். இந்த மாதிரி தான் எனக்கு ஒருத்தர் சொன்னவர். இந்த மாதிரி சொன்னவர் அவர் மலப்புறம், கேரளா. அவர் சொன்னவர் മലപ്പുറക്കാരൻ. എതാ എടുക്കുന്നത്? നമ്മളൊക്കെ കണ്ട പിടിയാണ്. എവിടെ നിന്നാണ് കിട്ടിയത്? ഞങ്ങൾ മലപ്പുറത്തുകാരാണ്, ഞങ്ങൾ ഹിന്ദുക്കളാണ്, അവിടെ അത്തരത്തിലൊരു സംഭവം ഇല്ലല്ലോ
ഇത് മലപ്പുറംകാരെ അറിയാത്ത ഒരു സംഭവം എങ്ങനെയാണ് ഇവിടെ അറിയുന്നത് എന്നതുപോലെ ഇപ്പോൾ ഇസ്രായേലിൽ നിന്നും ഇറാനിൽ നിന്നും വരുന്ന വാർത്തകൾ പോലെ നമ്മുടെ മീഡിയകൾ വലിയ പൊടുപ്പും തൊങ്ങലും വെച്ച് പറയുന്ന വാർത്തകളുണ്ടല്ലോ, അതൊന്നും അവിടെ സംഭവിക്കുന്നതല്ല. യഥാർത്ഥത്തിൽ ഇസ്രായേലും ഇറാനിലും ടെഹ്റാനിലും ഒക്കെ ബോംബ് വർഷങ്ങളും മിസൈൽ വർഷങ്ങളും നടക്കുന്നുണ്ടെന്ന് സത്യമാണ്. അതുപോലെ മറ്റു രാജ്യങ്ങളും വലിയൊരു പ്രതിസന്ധിയുണ്ട്. പ്രതിസന്ധി എന്ന് പറയുമ്പോൾ ഗൾഫ് മേഖലയാകെ ഒരു പ്രതിസന്ധി ഉള്ളത് നമ്മൾ അടുക്കളയിലും എത്തിയിട്ടുണ്ട്. പക്ഷേ ആൾനാശം കൂടുതൽ ടെഹ്റാനിലും ഇസ്രായേലിലും രാജ്യം മുഴുവനാണുള്ളത്. മറ്റു രാജ്യങ്ങളിലൊന്നും അത്തരം ആൾനാശ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഭീതി പരത്തുന്നത് പോലെ ആണ് ഇവിടുത്തെ ഈ മലപ്പുറം ജില്ലയെക്കുറിച്ച് അനാവശ്യമായൊരു ഭീതി പരത്തുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തതായിട്ട് വാർത്ത വരുന്നുണ്ട്. ഇത്തരത്തിൽ ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, മലപ്പുറം ജില്ലയിൽ ആരും ഭക്ഷണം കഴിക്കുന്നതിനോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നതിനോ അവർക്ക് യഥേഷ്ടം സഞ്ചരിക്കുന്നതിനോ ഒരു തടസ്സമില്ല. നോമ്പുള്ളവൻ നോമ്പെടുക്കും, അല്ലാത്തവൻ എടുക്കില്ല. അത്ര തന്നെയുള്ളൂ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. ആരെയും നിർബന്ധിച്ച് നോമ്പ് എടുപ്പിക്കാനോ ആരെങ്കിലും നിർബന്ധിച്ച് ബീഫ് തീറ്റിക്കാനോ അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇവിടെ ഇല്ല എന്നുള്ളത് ഇവിടെ താമസിക്കുന്ന ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത്തരത്തിൽ ചില വിഷം വിതറുന്നത് മറ്റെന്തോ ഉദ്ദേശം കൊണ്ടാണ്. ആ ഉദ്ദേശം ഇവിടെ ഒരുപക്ഷെ ഇതൊന്നും അറിയാത്ത മലപ്പുറത്ത് പുറത്തുള്ള ചിലരെങ്കിലും ഒരുപക്ഷെ വിശ്വസിച്ചേക്കാം. ഇപ്പോൾ ഒരിക്കൽ ഞാൻ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി, തെക്കൻ ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് യാദൃശ്യമായിട്ട് പോകാനിടയായി. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ഞാൻ മലപ്പുറമാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്കിനിപ്പോൾ സ്ഥലമാറ്റം മലപ്പുറത്തേക്കാണ്, വലിയൊരു പ്രശ്നമാണല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണ് അവിടെ പ്രശ്നം? ഞാൻ ഇത്രയും കാലമായി മലപ്പുറത്ത് താമസിക്കുന്ന ആളാണ്. 96 മുതൽ മലപ്പുറത്ത് സ്ഥിരതാമസമുള്ള ഒരാളാണ്. ഇന്ന് കേരളത്തിലൊരു പോലീസുകാരന് എവിടെയെങ്കിലും ഏറ്റവും നന്നായി ജോലി ചെയ്യാൻ, സമാധാനത്തോടെ ജോലി ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ല ഒരു ജില്ല മലപ്പുറം ജില്ലയാണ്. ധൈര്യമായിട്ട് പൊയ്ക്കൊള്ളൂ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം മലപ്പുറം ജില്ലയിൽ ചാർജ് എടുത്തതിന് ശേഷം എന്നെ വിളിക്കുകയും ഞങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അതായത് പുറമക്കാർക്ക് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ ഒരു ഭീകര സ്ഥലമാണ് എന്ന് പ്രചരിപ്പിക്കണം. അതായത് മുസ്ലിം വിഭാഗത്തെ അടച്ചാക്ഷേപിക്കണം, മുസ്ലിങ്ങൾ ഭീകരവാദികളാണ്, ഭീകരന്മാരാണ് എന്ന് പ്രചരിപ്പിക്കണം. നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ഏത് വീഡിയോയുടെയും ഏത് പോസ്റ്റിനെയും താഴെ അത്തരത്തിലുള്ള പോസ്റ്റുകൾ കാണാം. മുസ്ലിം വിരോധം തുളുമ്പിയ പോസ്റ്റുകൾ കാണാം. അതിൽ ബഹുഭൂരിപക്ഷവും എഴുതിയിട്ടുള്ളത് നമ്മൾ കരുതും സംഘികളാണ് എന്ന്. സംഘികളെന്ന് പറഞ്ഞാൽ ആൻറ്റി സോഷ്യലുകളാണ്. ഏത് സംഘപരിവാർ, RSS, BJP വിഭാഗങ്ങളിലെ ആൻറ്റി സോഷ്യൽസ് ആയിട്ടുള്ള ആൾക്കാർ സംഘികൾ. അതിൽ കമ്മികളെന്ന് പറയുന്നത് അങ്ങനെ, സുഡാപ്പി എന്ന് പറഞ്ഞാൽ അതങ്ങനെ. അതായത് ആൻറ്റി സോഷ്യൽസ്, അവർ പാർട്ടിക്കാരല്ല, പക്ഷെ അവരുടെ വോട്ട് പാർട്ടിക്ക് വേണം. അതുകൊണ്ട് തന്നെ അവരെ താങ്ങേണ്ട ഒരു ഗതികേട് പാർട്ടിക്കുണ്ട്. അങ്ങനെയുള്ള ആൻറ്റി സോഷ്യൽസ് ആയിട്ട് ഒരു ഭാഗം. അവരുടെ പേരിൽ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ഇടുന്ന പലരും CPM-കാരാണ്. കാരണം ചില പ്രൊഫൈലുകളൊക്കെ ഞങ്ങൾ തെരഞ്ഞു പിടിച്ചതിൻ്റെ പിന്നാലെ പോകുമ്പോൾ ആ സംഘി പ്രൊഫൈലിൻ്റെ പിന്നിൽ പിണറായി സ്തുതിഗീതങ്ങളും മറ്റും പലതും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് പുറത്തു വരുന്നതെന്ന് ഒറ്റ വാക്കിൽ, ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇവിടെ ഒരു ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ രീതിയിലൊരു മുസ്ലിം വിരോധം എടുത്തു വിട്ടത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റും അതൊരു സംഖ്യയാണ് എന്ന്. എന്നാൽ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ചിലപ്പോൾ അതൊരു കമ്മിയാകാം, അങ്ങനെയും ആകാം. അതായത് ഇവിടെ സംഖ്യയാണോ കമ്മിയാണോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. മുസ്ലിം വിഭാഗത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു എന്നതാണ്. അതൊരു വലിയ വിഷയം തന്നെയാണ്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ നോമ്പിനെന്നല്ല, ഏത് സമയത്തും ആർക്കും ഭക്ഷണം കിട്ടും. പക്ഷെ ചോദിക്കണം, പോകുന്ന വഴിക്ക് ചിലപ്പോൾ ഹോട്ടലുകൾ തുറന്നിട്ടുണ്ടാവില്ല. അവിടെ എവിടെയെങ്കിലും ഒന്ന് വണ്ടി നിർത്തിയിട്ട് അല്ലെങ്കിൽ ഇറങ്ങിയിട്ട് ഇവിടെ ഭക്ഷണം കിട്ടുന്ന സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടുന്ന സ്ഥലം അവിടെ ഉള്ളവർ പറഞ്ഞു തരും. അവിടെ പോയി ഭക്ഷണം കഴിക്കേണ്ടി വരും. Different angles. Don't forget to subscribe and support this channel.